ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ വീട്ടുമുറ്റത്ത് മക്കളെല്ലാവരും വന്ന് ഇറങ്ങി. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് മണമായി, ഗുണമില്ലായ്മയായി, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുക. മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച ചന്ദ്രമതി ചെല്ലുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖവും അതുപോലെ ഇവരുടെയൊക്കെ മുഖം, വർഷയുടെ മുഖവും എല്ലാം നമ്മുടെ അച്ചമ്മ ശ്രദ്ധിച്ചു. അച്ചമ്മ ആദ്യം സ്വപ്നം കണ്ടത് എല്ലാവരും ചിരിച്ച് കളിച്ച് തുള്ളി ചാടി വരുന്നതാണല്ലോ. ഇപ്പൊ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി വരുന്നു. അപ്പൊ അച്ചമ്മയെ കണ്ടപ്പോഴേക്കും ദേ അച്ചമ്മ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുക. അപ്പൊ പെട്ടെന്ന് അച്ചമ്മ ആദ്യം ഓർത്തത് ഇവർക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാ. അമ്മയെ കണ്ടപ്പോഴേക്കും അമ്മേന്നും പറഞ്ഞു ഓടി വന്ന് രവിയേട്ടൻ കെട്ടിപ്പിടിച്ചു കേട്ടോ. ചന്ദ്രമതിയും അതുപോലെ തന്നെ. ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ മോക്കൊക്കെ പൊത്തിപ്പിടിച്ചാ വരുന്നത്. അപ്പൊ നിനക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അമ്മ മരുന്ന് ഭക്ഷണമൊക്കെ സമയം കഴിക്കുന്നില്ലേന്നും ചോദിച്ചു. അപ്പോൾ ഒരു കുഴപ്പമില്ല, അമ്മ പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടി ഞാൻ വന്നിട്ടുണ്ട്, സന്തോഷമായിട്ടില്ലേ എന്ന് മോൻ ചോദിക്കുമ്പോൾ സന്തോഷമായെന്ന് പറഞ്ഞു. മോളെ ചന്ദ്രേ, നീയും വന്നല്ലോ, നീ വരില്ലെന്നാ ഞാൻ കരുതിയെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞ പിന്നെ ഞാൻ വരാതിരിക്കും അമ്മ, ദേ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കഴിയണമെന്നുള്ള ആഗ്രഹം എനിക്കും ഇല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി. അപ്പോഴത്തേക്കും സച്ചിയും രേവതി ഓടി വന്നു. അച്ചമ്മേ എന്ന് പറഞ്ഞ സച്ചി ഓടി വന്ന് അച്ചമ്മയെ എടുത്തു വരെ പൊക്കി. അപ്പോഴേക്കും സച്ചിയുടെ നിലത്ത് നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി. അപ്പൊ എടാ, എന്നെ അല്ലേ എടുത്ത് വട്ടം കറക്കേണ്ടത്, നിന്റെ ഭാര്യ എടുത്ത് വട്ടം കറക്കാൻ പറഞ്ഞു. അയ്യോ, അവളെടുത്ത് എന്നെ നടു കൊടുക്കും, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടെന്ന് സച്ചി. അച്ചമ്മയെ നോക്കി എന്നെ കളിയാക്കുന്ന കണ്ടോ എന്ന് രേവതി. അപ്പൊ മോളെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് അവിടുത്തെ ആ ചേച്ചി ഓടി വന്ന് രേവതിയോട് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ വന്ന് എല്ലാവരും വാ എന്നും പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് അച്ചമ്മയുടെ സങ്കടമൊക്കെ മാറിയോ ഇല്ലയോ എന്ന് ചോദിച്ചു വന്നു കേട്ടോ. നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, തിരികെ പോകുന്നതിന് മുൻപ് നീ എൻ്റെ ദേഷ്യം മാറ്റിയിരിക്കണമെന്ന് ശ്രീകാന്തിനോട് അച്ചമ്മ പറയുമ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ അവിടെയുള്ള അയൽക്കാരൊക്കെ എല്ലാവരെയും കാണാനായിട്ട് വരുന്നവരൊക്കെ സച്ചിയോടാണ് വിശേഷം ചോദിക്കുന്നത്. സച്ചി സുഖമാണോ ചോദിക്കുമ്പോൾ സുഖമായിട്ട് പോകുന്നു, നിങ്ങളൊക്കെ എങ്ങനെ പോകണു ചേച്ചി? ദേ നമ്മളൊക്കെ എന്നത്തെ പോലെ തന്നെയാ ഇപ്പോഴും എന്ന് പറയുമ്പോൾ അതെ സഹസ്രേച്ചി, മോൻ ദുബായിൽ പോയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, വിളിക്കുമ്പോൾ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവരോടൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ രേവതി, നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ, എന്തു പറ്റി? സച്ചിൻ നിന്നെ നന്നായി നോക്കുന്നില്ലേ എന്നൊക്കെ ചേച്ചിമാർ ചോദിക്കാം. അപ്പോൾ ചേച്ചിയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, ഇവള് മെലിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ആരോഗ്യം ഇവക്ക്, ഇവൾ എന്നെ തൂക്കിയെടുത്ത് നടക്കാറുണ്ട്, കാണണോ എന്ന് ചോദിച്ചു. രേവതി എന്നെ തൂക്കിയെടുത്ത് നടക്കുന്നൊക്കെ പറഞ്ഞു സച്ചി. അപ്പോൾ അടങ്ങിയിരിക്കും സച്ചേട്ടാന്ന് പറഞ്ഞ രേവതി. അപ്പോൾ കുട്ടിക്കളി ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്കളി മാറാനേ അതിനൊരു വഴിയുണ്ട്, ഒരു കുഞ്ഞ് പിറന്നാൽ മതി. കുട്ടിക്കളി മാറാൻ എങ്ങനെ കുഞ്ഞ് പിറക്കുമെന്ന് ചോദിക്കും അവര്. സച്ചിക്ക് രാജകുമാരിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയല്ലോ, ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ കുഞ്ഞൊക്കെ സമയമാകുമ്പോൾ പിറന്നോളൂ എന്നും എപ്പോൾ കുഞ്ഞു വേണമെന്നും അവർക്കറിയാവുന്നൊക്കെ ആയി. പിന്നെ ചേച്ചിമാരല്ല രേവതി എന്നൊക്കെ ചേച്ചിമാരിങ്ങനെ രേവതിയോട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും അതങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. എല്ലെണ്ണം ഇങ്ങനെ നോക്കി നിൽക്കാം. ഇവിടുത്തെ ആളുകൾക്കൊക്കെ രേവതി ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ശ്രുതി ചെവിയിൽ പറയുക ചന്ദ്രമതിയോട്. അപ്പോൾ ഇവരൊക്കെ ലോക്കൽസ് അല്ലേ, ലോക്കൽസിനോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നല്ലേ? അതെ, ഇത് ശ്രീകാന്തിന്റെ ഭാര്യ വർഷ, അത് ശ്രുതിയുടെ ഭാര്യ ശ്രുതി, അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു അച്ചമ്മ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ, ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കലാവതി അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ അവർ ചോദിച്ചു. ഇനി 3-4 ദിവസത്തേക്ക് ഞങ്ങളൊന്നും വേണ്ടായിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഈ ചേച്ചിമാർ അവിടുന്ന് പോയി. ചേച്ചിമാരങ്ങ് പോയി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് കിട്ടിയ സന്തോഷം ഈ പ്രായത്തിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ദൃഷ്ടിദോഷം കിട്ടിക്കാണും, അമ്മയ്ക്ക് വന്ന് നിന്നേന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാനായിട്ട് അവിടുത്തെ ചേച്ചി വന്നപ്പോഴാണ് രവിയേട്ടൻ അമ്മയും കൂടെ നിർത്തി ഈ ഒരു ഇത് പറയുന്നത്. അതിന് ശേഷം അവിടെ ആരതി ഒഴിഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുപോകുക. അങ്ങനെ എല്ലാവരും അകത്തേക്ക് ചെന്ന് കയറി എല്ലായിടത്തും ഇരിക്കാനൊക്കെ പറഞ്ഞു. വർഷയാണെങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വന്നത് ഞാൻ പോവുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അച്ചമ്മ ഇവനെ അറിയില്ലേ, എൻ്റെ ഫ്രണ്ട് മഹേഷിനെ അറിയില്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയാവല്ലോ, പോയിട്ട് അത്യാവശ്യം ഇല്ലെങ്കിലേ നീയും 2-3 ദിവസം ഇവിടെ താമസിച്ച് ഇവർ പോകുമ്പോൾ പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നതാ അച്ചമ്മേ, സച്ചി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് സച്ചിയെ വിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ എൻ്റെ നാടെങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായ അച്ചമ്മേ, പക്ഷെ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞു. ഉച്ചവരെ ചൂടുണ്ടാവും, പിന്നെ കുറഞ്ഞോളും കേട്ടോ, രാത്രി നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടും, നല്ല സുഖം ഇവിടെ എന്ന് അച്ചമ്മ ഇങ്ങനെ പറഞ്ഞു. എന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ ശരിയാ അച്ചമ്മേ, യാത്രാക്ഷീണമുണ്ട്, ഞങ്ങൾ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് ശ്രുതി പറയുക. ശ്രുതി ബാഗൊക്കെ എടുക്കുക, മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ കണ്ടല്ലോ അച്ചമ്മേ, കണ്ടില്ലേ, അച്ചമ്മയുടെ സുഖവിവരം പോലും തിരക്കിയിട്ടില്ല, വന്ന് കയറിയതേ ഉള്ളൂ, ആ റൂം പിടിക്കാൻ ഓടുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി പറയുമ്പോൾ അയ്യോ അല്ലല്ലല്ല എന്ന് പറയും. നിന്റെ കാര്യം മാത്രം നിന്റെ മനസ്സിലുള്ളല്ലേടാ? അയ്യോ ഇല്ല
അപ്പോഴേക്കും ചന്ദ്രമതി എടാ സുധി അവനെ വിട്ടുകളയടാ, അവൻ കിടന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ബാഗ് എടുത്ത് മുറിയിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു ചന്ദ്രമതി. എന്നിട്ട് ഇവർ രണ്ടുപേരെയും മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അവരെ ഈ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഉള്ള മുറികളിലേക്ക് എല്ലാവരെയും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പാറു ദേ എല്ലാവർക്കും ചായ എടുക്കാൻ പറഞ്ഞു അച്ഛമ്മ. അച്ഛമ്മേ ചായ ഞാൻ എടുക്കാമെന്ന് രേവതി പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോകുക. അപ്പോൾ അച്ഛമ്മേ ഞാൻ വണ്ടി ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടി മാറ്റിയിടാനും പോയി. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രവിയേട്ടനും അമ്മയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ദേ മുറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല. ശ്രുതിക്ക് ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. ശ്രുതി മോളെ, സച്ചി പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട കേട്ടോ. അവനെപ്പറ്റി നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, അവൻ ഈ വീട്ടിലാണ് വളർന്നത്, അതുകൊണ്ട് അവനെ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അവൻ പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടാൽ മതിയെന്നും പറഞ്ഞേ. പിന്നെ നിന്റെ ഇളയച്ചൻ വരുമല്ലോ അല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം വരും ആൻറ്റി, ഉറപ്പായിട്ടും വരുമെന്ന് ശ്രുതി. പേടിയുണ്ട് ശ്രുതിക്ക്, പേടിച്ച് വരച്ചാ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നത്. ഇവരുടെ സ്വഭാവം കണ്ടിട്ട് ശ്രുതി പോലും അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. അച്ഛൻ ചോദിക്കുകയാണ് അമ്മ ഇത്തവണത്തെ വിളവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നല്ല വിളവ് കിട്ടി, ഈ കൊല്ലം മഴ പെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം അവിടെയും നല്ല മഴയായിരുന്നു അച്ഛമ്മയെന്ന് പറഞ്ഞു. സച്ചി ഓടി വന്നു. അമ്മേ ഞാനൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രവിയേട്ടൻ പതുക്കെ പോകുമ്പോൾ രവിയേട്ടാ അവിടെ നിന്നേ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ചന്ദ്രമതി വന്നു. എടി ഞാൻ കുറേ നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, പഴയ സുഹൃത്തുക്കളെ ഒന്ന് കാണണ്ടേ, കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ ഇപ്പം എങ്ങും പോവണ്ടെന്ന് ചന്ദ്രമതി. ആഹാ, അവൻ പോകുന്നതിനും വരുന്നതിനും ഒക്കെ നിന്റെ സമ്മതം വേണമെന്ന് അമ്മ ചോദിക്കുമ്പോൾ അതല്ലമ്മേ, മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നുണ്ട്, അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരും, അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ രവിയേട്ടൻ ഇവിടെ വേണ്ടേന്ന് ചോദിച്ചു. ശ്രുതി എന്നേരം ഇവർ പറയുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുക. പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ ഇളയച്ചൻ വരുന്നേ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ, ഇതുവരെ വന്ന് കണ്ടില്ലല്ലോ എന്ന് സച്ചി. ശ്രുതിക്ക് അന്നേരത്തേക്കും പേടിയായി തുടങ്ങി. ചന്ദ്രമതിയും പല്ല് ഇറങ്ങി പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക, ഇഷ്ടപ്പെടാതെയും. ശ്രുതി ഇവരുടെ വർത്താനം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അച്ഛൻ ശ്രുതിയെ കാണുന്നത്. മോളെ ശ്രുതി നീ വന്നേ എന്ന് പറഞ്ഞ അച്ഛൻ ശ്രുതിയെ വിളിച്ചു. പിടിക്കപ്പെട്ടു അല്ലാത്തൊരു ഇതിൽ വരും. എന്താ അങ്കിളെ എന്ന് ചോദിച്ചു. അല്ല മോളെ, നിന്റെ ഇളയച്ചൻ എപ്പോഴാണ് വരുന്നേ? കൃത്യസമയമൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞു. മിക്കവാറും ഇന്ന് തന്നെ വരുമെന്ന് ചന്ദ്രമതി അന്നേരം പറയാം. അദ്ദേഹം വരുമ്പോൾ രവിയേട്ടൻ എന്തായാലും ഇവിടെ വേണം, അതുകൊണ്ട് രവിയേട്ടനെ ഇവിടെ തന്നെ പോവല്ലേ. രവി, ചന്ദ്ര പറയുന്നതിലും കാര്യമുണ്ട്. ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോഴേ നീ ഇവിടെ വേണം. സുഹൃത്തുക്കളെയൊക്കെ നിനക്ക് പിന്നെ കാണാമല്ലോ, നീ ഇവിടെ നിൽക്കാൻ പറയും. എന്നാൽ ശരി ഇവിടെ നിൽക്കുക. അപ്പം ഞാനിവിടെ നിൽക്കേണ്ടല്ലോ അച്ഛമ്മേ, മഹേഷിനെ എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാം. സച്ചി അവിടെ നിന്ന് പോയപ്പോൾ നീ പോടാ, നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രമതി അത് പറയുന്നത് നമ്മുടെ സച്ചി കേട്ടു. പോയ സച്ചി തിരിഞ്ഞ് തള്ളയെ ഒരു നോട്ടം അങ്ങ് നോക്കിയിട്ട് തള്ളക്കടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്താ പറഞ്ഞേ, ഇവിടെ നിൽക്കണ്ടെന്നോ? അപ്പം ഞാനിവിടെ നിൽക്കണമല്ലോ, അദ്ദേഹം വരുമ്പോഴേ ഞാനിവിടെ ഉണ്ടാകും. അച്ഛമ്മേ ദേ ഞാൻ പോയിട്ട് വരാം കേട്ടോ. രേവതി ദേ ഞാനിപ്പോൾ വരാവേ, ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോഴത്തേക്ക് രേവതി ചായയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി രേവതിയെ വിളിച്ചു. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു വന്നു. എത്ര സമയമായിട്ട് ചായ ഉണ്ടാക്കാൻ അടുക്കള കയറിയിട്ട് പെട്ടെന്ന് ചായ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ പേടിപ്പിക്കുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് കയറിപ്പോയി. ഇപ്പോൾ മോളെ ശ്രുതി വാ എന്നും പറഞ്ഞത് ശ്രുതിയേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രമതി ഇതൊക്കെ കണ്ടോണ്ട് അച്ഛമ്മ ഇരിക്കുക. രവി വന്ന് കയറിയ ഉടനെ ചന്ദ്ര രേവതിയെ പേടിപ്പിക്കാൻ തുടങ്ങിയല്ലോ എന്ന് അച്ഛമ്മ രവിയേട്ടനോട്. ചായ കൊണ്ടുവരാൻ മറ്റു മരുമക്കളോട് അവൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം അവർ രണ്ടുപേരും പണക്കാരല്ലേ അമ്മേ, വലിയ വീട്ടിലെ കുട്ടികൾ, അവരോട് പറയത്തില്ല. രേവതി പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ, എല്ലാ ജോലിയും ആ പാവത്തിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിരിക്കുക അച്ഛമ്മ. ചന്ദ്രയോട് എത്ര പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ലമ്മേന്ന് പറയുമ്പം അത് ശരി, അപ്പം രേവതി മാത്രമാണ് വീട്ടുജോലി ചെയ്യുന്നത്, മറ്റു 2 മരുമക്കളെയും മടിയിലിരുത്തി താലോലിക്കുക ചന്ദ്രയല്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിച്ചു. കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും നമ്മുടെ അച്ഛമ്മ. പിന്നെ ആണെങ്കിൽ വർഷ മുറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പോലെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടിട്ട് വർഷയ്ക്ക് ഇങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. വർഷയുടെ അടുത്തേക്ക് അന്നേരത്തേക്ക് ശ്രീകാന്ത് വന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞതെല്ലാം കംഫർട്ടബിൾ ആയിരിക്കുമെന്നല്ലേ, ഈ മുറി വളരെ ചെറുതാണല്ലോ, നീ കട്ടിലും വളരെ ചെറുതാണല്ലോ, അപ്പോൾ നീ കട്ടിൽ കിടന്നോ, ഞാൻ താഴെ പായി കിടന്നോളാമെന്ന് ശ്രീകാന്ത്. ഈ മുറിയിൽ ഒരു വാഷ്റൂം പോലും ഇല്ല, അപ്പം പുറത്ത് നല്ലൊരു വാഷ്റൂം ഉണ്ട്, അത് ഉപയോഗിക്കാമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അച്ഛമ്മ അവിടുന്ന് കേട്ടുകൊണ്ട് വരിക.
ഇവർ വാതിലടച്ചിട്ട് സംസാരിക്കുന്നതെങ്കിലും അച്ചമ്മ അത് കേട്ടു. എന്നിട്ട് അച്ചമ്മ അവിടെ നിന്ന് നിന്നു, ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ചേർന്ന് ഒരു വർഷവും മൂന്ന് വർഷ അതേന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടം ഇതെന്ന് പറഞ്ഞ് തുമ്മൽ തുടങ്ങി. അങ്ങനെ വർഷ തുമ്മലോ തുമ്മൽ. അപ്പം ഇവിടെ മൊത്തം പൊടിയാ, എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, അതാ തുമ്മുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ ഇരുന്ന് പറയാം. ഇതൊക്കെ കേട്ട് അച്ചമ്മയ്ക്ക് സങ്കടമായി. ഇത് പിന്നെ ചെറിയ ജനല തുറന്നിട്ടാൽ പോലും കാറ്റ് കയറത്തില്ല. ശ്രീകാന്തെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു റിസോർട്ടോ ഹോട്ടലോ ഉണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുക, നമുക്ക് അവിടെ പോയി താമസിക്കാമെന്നും ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ എന്നും ശ്രീകാന്തിനോട് പറയണു വർഷം. ഇതും അച്ചമ്മ കേട്ടു. അപ്പോൾ ഇവിടെ അടുത്ത റിസോർട്ടോ ഹോട്ടലോ ഒന്നുമില്ല, ഒരു 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് വർഷം എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞപ്പോഴത്തേക്ക് അച്ചമ്മ ഇടിച്ചു കയറി അങ്ങ് ചെന്നില്ലേ പണത്തിൻ്റെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം എന്തുകൊണ്ട് പറ്റില്ല എന്നും ചോദിച്ചുകൊണ്ടാണ് അച്ചമ്മ അങ്ങ് വരുന്നത്. അച്ചമ്മ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലാതെയായി ശ്രീകാന്ത്. അതുപോലെ തന്നെ വർഷയും. മോളെ വർഷേ, നീ താമസിക്കുന്ന സിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ടായതാ, ആദ്യ കാലത്തെ അതൊക്കെ ഒരു ഗ്രാമമായിരുന്നു മോളെ. അപ്പോൾ എനിക്കിവിടെ സെറ്റ് ആകുമെന്ന് തോന്നുന്നില്ല അച്ചമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ സിറ്റിയിൽ താമസിക്കാനും ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ സുഖം എന്തായാലും അവിടെ എനിക്ക് കിട്ടാറില്ല. എന്നാലും ഞാൻ അവിടെ വന്ന് എൻ്റെ മകനും കുടുംബത്തിനും ഒപ്പം താമസിക്കാറില്ലേ? അത് നിങ്ങളോടൊപ്പം ഒന്നിച്ച് കുറച്ച് ദിവസം താമസിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് മോളെ. അതുപോലെ തന്നെ അച്ഛന്മയുടെ കൂടെ ഒന്നിച്ച് കഴിയാൻ വേണ്ടിയിട്ടേ മറ്റെല്ലാം ഒന്ന് മറക്കും നീ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വർഷയെ സോപ്പിട്ടെടുക്കുക. സിറ്റിയിലുള്ളതിനേക്കാൾ ശുദ്ധമായ വായു ഇവിടെ മോൾക്ക് കിട്ടും, ശുദ്ധജലവും നല്ല കാറ്റും മോൾക്ക് ഇവിടെ കിട്ടും. അച്ചമ്മ ഇപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കുന്നതേ അതുകൊണ്ടാ. അങ്ങനെ അച്ചമ്മ എല്ലാം പറയാപ്പത്തേക്ക് ശ്രീകാന്തിന് പേടിയാണ്. പേടിച്ചിങ്ങനെ നിൽക്കും. നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് പോവാനേ നിനക്ക് തോന്നുകയില്ല എന്നൊക്കെ നമ്മുടെ അച്ചമ്മ ഇങ്ങനെ പറയും. ഇവൾ ആദ്യമായിട്ട് വന്നല്ലേ അച്ചമ്മ, അതുകൊണ്ട് ഇവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു ശ്രീകാന്ത്. ശരി വിശക്കുന്നില്ല രണ്ടുപേർക്കും, ചെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അച്ചമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അച്ചമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വർഷയോട് അച്ചമ്മ പറഞ്ഞു, നീ കേട്ടില്ലേ വർഷ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട്. വേറെ വഴിയില്ലല്ലോ എന്നും പറഞ്ഞു വർഷ. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് റേഞ്ച് നോക്കി ഇങ്ങനെ പോവുക. ഈ സമയത്ത് രേവതി എല്ലാവർക്കും ചായ എടുത്തുകൊണ്ട് കൊടുക്കുക. അപ്പോഴേക്കും ശ്രുതിയോട് അമ്മ ചോദിക്കുകയാണ്, മോളെ ശ്രുതി, നിന്റെ ഇളയച്ചൻ കോഫിയാണോ കുടിക്കുന്നത് അത് ചായയാണോ കുടിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ കിടന്ന് വരുള്ളൂ. അയാൾ എന്താ കുടിക്കാന്ന് എനിക്കിങ്ങനെ അറിയാം എന്ന് മനസ്സിൽ ചിന്തിക്കുക. ഞാൻ ചോദിച്ചതിന് മോള് മറുപടി പറഞ്ഞില്ലല്ലോ, ഇത്രയ്ക്ക് ആലോചിക്കണോ അതിന്? ആൻറ്റി, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറേ ആയില്ലേ, ഇളയച്ചൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താ, അല്ലെങ്കിൽ കാപ്പി കുടിക്കോ ചായ കുടിക്കോ, ഇതൊന്നും എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി എന്ന് പറഞ്ഞ് അടുത്ത വിളി, നീ ചായയും കോഫിയും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ, ഇഷ്ടമുള്ളത് അദ്ദേഹം കുടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞു. എന്ന് പറഞ്ഞ് രേവതി തലയാട്ടി. വീണ്ടും രേവതി. അപ്പോഴേക്ക് അച്ചമ്മ വന്നു, രേവതിയായിട്ട് മൂപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും കേട്ടുകൊണ്ട്. ആ സമയത്ത് രേവതി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കാം. എന്ന് പറഞ്ഞ് രേവതി വന്നുകൊണ്ട് ഇരിക്കുക. ഒരു ഓർഡർ കൊടുത്തു, അടുത്ത ഓർഡർ ഇടുവാണ്. മട്ടനും ചിക്കനും കരിമീനും ഒക്കെ വേണം, നന്നായി ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴത്തേക്കും അച്ചമ്മ വന്നു. അതെന്താ ചന്ദ്ര നിനക്കുണ്ടാക്കിയാ എന്ന് ചോദിച്ചാൽ അമ്മ വരുന്നത്. അതും ഇനി അവള് സൂപ്പറായിട്ട് ഉണ്ടാക്കും അമ്മേ. അതുകൊണ്ടാണ് അവളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എങ്ങനെ നിൽക്കുന്നു. രേവതി ഒന്നും മിണ്ടുന്നില്ല. മോളെ ശ്രുതി, നിന്റെ ഇളയച്ചൻ വന്നാൽ എന്ന് പറയുമ്പം ആൻറ്റി വരട്ടെ ആൻറ്റി, ബാക്കി കാര്യം അപ്പം സംസാരിച്ചാൽ പോരെ, മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോണു. അച്ചമ്മ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രക്കേട്ട് കൊടുക്കുമ്പോൾ ഒരു ഒടുക്കത്തെ പണി അച്ചമ്മ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ചമ്മ രേവതിയെ നോക്കി ചിരിച്ചു. രേവതിയും ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോയി. രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ചമ്മ അവക്കെട്ടുള്ള പണി കൊടുക്കാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കാം. ഈ സമയത്ത് നമ്മുടെ വർഷ പുറത്ത് ഇവിടെ റേഞ്ച് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് 2 പൂതനകളും കൂടെ ഇറങ്ങി വരുന്നത്. ആൻറ്റി, ഇവിടെ നെറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഓടി വർഷ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ അങ്ങനെയാ, നമുക്ക് റോഡ് സൈഡിൽ പോയി നിന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് 3 എണ്ണം കൂടി പോകാൻ നോക്കുക. എന്നിട്ട് രേവതി എന്നും പറഞ്ഞ് നീട്ടി വിളിക്കുക. അതും അച്ചമ്മ കാണുന്നുണ്ടേ. അച്ചമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോഴേ വെൽക്കം ഡ്രിങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോരുവെള്ളം ആക്കി വെക്കാം, അപ്പോഴും മോരുവെള്ളം നിന്റെ അമ്മ വീട്ടിൽ വരുമ്പോൾ കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി. അത് അച്ചമ്മ കേട്ടു. ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോഴേ ഇളനീരാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. രേവതി ഒന്നും മിണ്ടുന്നില്ല. ഇളനീര് കൊടുക്കണം, ഇളനീര്. അപ്പം രേവതിയുടെ അത്ര പോലും ഗതിയില്ലാത്തവളാണ് ശ്രുതി. അപ്പോൾ ശ്രുതി എന്നിട്ട് ഇതൊക്കെ കേട്ട് അഹങ്കരിച്ച് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക.
നിന്റെ ഒപ്പം ജോലി ചെയ്യുന്നവരോടെ ഇളനീർക്കൊലകൾ വെട്ടിവെക്കാൻ നിന്റെ അച്ചമ്മയോട് പറയാനായിട്ട് ഇങ്ങനെ ചന്ദ്രമതി പറയാം. എന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ നിൽക്കുക. കുടിച്ച ഗ്ലാസും രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ശ്രുതിയും കൊടുത്തു. അതും കൊണ്ട് രേവതി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വർഷമോളെ നമുക്ക് റോഡ് സൈഡിലേക്ക് പോകാം, അവിടെ റേഞ്ച് കിട്ടുവേ എന്നും പറഞ്ഞ് ദേ ചന്ദ്രമതി 2 മരുമക്കളെയും കയ്യെ പിടിച്ച് കൊണ്ടുപോകാം. ഇങ്ങനെ റോഡ് സൈഡിൽ റേഞ്ച് പിടിക്കാൻ പോയിരിക്കുമ്പോൾ പാറു എന്ന് പറയുന്ന അവിടുത്തെ ചേച്ചി പച്ചക്കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് പാറു പച്ചക്കറിയൊക്കെ എടുത്തില്ലേന്ന് ചോദിച്ചു. എടുത്തെന്നും പറഞ്ഞു. അപ്പോൾ നല്ല സദ്യ തന്നെ ഒരുക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി വന്നു. കുറേ കറികൾ വേണം, ശ്രുതിയുടെ ഇളയച്ചൻ വരല്ലേ, പിന്നെ തോരൻ ഉറപ്പായിട്ടും വേണം കേട്ടോ, ശ്രുതിക്ക് തോരൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. രേവതി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുക. രേവതി രേവതി എന്നും പറഞ്ഞു. അച്ഛമ്മ ഇതും കേൾക്കുന്നുണ്ട്. ഇവൾക്കെന്താ ചെവി കേട്ടൂടെ, രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ നീട്ടി അങ്ങ് വിളി. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു വന്നപ്പോൾ അച്ഛമ്മ ഇത് കേൾക്കുക. നീ എന്തെടുക്കാടി ഇവിടെ, പൂ കെട്ടുവാണോ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പൂ പറിച്ചുകൊണ്ട് വന്നോ പൂക്കാരി എന്നും ചോദിച്ച് ചന്ദ്രമതി. അപ്പം ഞാൻ അടുക്കള വൃത്തിയാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ചന്ദ്രേ 4 നാൾ ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ കഴിയണം, അതിനു വേണ്ടിയാ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. ആവശ്യമില്ലാതെ നീ നാക്ക് വളച്ചത് ഇല്ലാതാക്കരുതെന്ന് പറയുമ്പോൾ, അയ്യോ അമ്മേ അതിന് ഞാനെന്താ ചെയ്തേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. രേവതി സമയം കളയാതെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. സാമ്പാർ ഉറപ്പായിട്ടും വേണം, പിന്നെ തോരൻ, പച്ചടി, കൂട്ടുകറി, അവിയൽ, പരിപ്പ് കറി, പുളിശ്ശേരി, രസം, മോര്, പപ്പടം ഒക്കെ വേണം കേട്ടോ എന്നും പറഞ്ഞ് അങ്ങൊരു നീണ്ട ലിസ്റ്റും അങ്ങ് കൊടുത്തു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഇവള് തന്നെ ഉണ്ടാക്കണോ, നിനക്കുണ്ടാക്കിക്കൂടെ എന്ന് അച്ചമ്മ ചോദിക്കുമ്പം, അയ്യോ അമ്മേ ഇവളാ എപ്പോഴും ചെയ്യാറ്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവളാ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, രേവതി എന്താ നിന്റെ വീട്ടിലെ വേലക്കാരിയാണോ എന്ന് അച്ചമ്മ ചോദിച്ചു. അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ, രേവതി നന്നായി പാചകം ചെയ്യുവേ, ഇവൾ എൻ്റെ മരുമകളല്ലേ, ഞാൻ പറയുന്നു അവൾ ചെയ്യുന്നു, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചന്ദ്രമതി അച്ചമ്മയോട് ചോദിക്കാം. മിക്ക വീടുകളിലും പാചകമൊക്കെ ചെയ്യുന്നതേ അവിടെ വന്നു കയറിയ മരുമകൾ തന്നെയല്ലേ. ആണോ? അപ്പോൾ വീട്ടിൽ വന്ന് കയറിയ മരുമക്കളാണ് പാചകമൊക്കെ ചെയ്യേണ്ടതല്ലേ. രേവതി നിന്റെ മരുമകള്, അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ രേവതിയെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഇതേ എൻ്റെ വീടാ. അപ്പോൾ ഇവിടെ എൻ്റെ മരുമകളായ നീയല്ലേ പാചകം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. തള്ളച്ചിക്കിട്ട് കൂട്ടത്തില്ല അടാറ് പണി, ഞാൻ പാചകം ചെയ്യാനോ? നീ തന്നെ പാചകം ചെയ്യണം, അതാ വേണ്ടത്. അയ്യോ അമ്മേ എന്ന് പറഞ്ഞിരിക്കുമ്പം, നീയല്ലേ ഇവിടുത്തെ മരുമകള്, അപ്പം നീ ചെയ്യണമെന്ന് പറഞ്ഞു. അയ്യോ അമ്മേ എനിക്ക് അത് കേട്ടപ്പോൾ, കുഴപ്പമില്ല അച്ഛമ്മേ, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം എന്ന് രേവതി പറഞ്ഞപ്പം, നീ ഇവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതിയോട്. ചന്ദ്രയെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. നീ ഇപ്പോൾ കുറേ കറികളുടെ പേരൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം നീ അങ്ങ് ഉണ്ടാക്കും. പിന്നെ നിനക്ക് വേറെ 2 മരുമക്കളുണ്ടല്ലോ, സഹായത്തിന് നീ അവരെയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. അയ്യോ അമ്മേ അവരൊന്നും രേവതിയെ പോലെ അല്ലമ്മേ, വലിയ വീട്ടിലെ പെൺകുട്ടികളും അമ്മേ എന്നൊക്കെ പറയുമ്പോൾ, വലിയ വീടെന്ന് പറഞ്ഞാൽ ഒരു 2 ഏക്കറിലൊക്കെ നിറഞ്ഞു നിൽക്കുമോ ചന്ദ്രേ, അവർക്ക് 2 പേർക്കും എന്താ കൊമ്പുണ്ടോ എന്ന് അമ്മ അന്നേരം ചോദിച്ചു. ഈ വീട്ടിലെല്ലാവരും ഒരുപോലെയാ, വിളിക്കവരെ, ചെല്ല് അവരും ജോലി ചെയ്യട്ടെ, വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വർഷേ ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ എന്താ ആൻറ്റീന്ന് ചോദിച്ചു 2 പേരും വന്നു. അപ്പം ഞാനാണ് നിങ്ങളെ വിളിക്കാൻ ചന്ദ്രയോട് പറഞ്ഞത്, നിങ്ങൾ 2 പേരും ചന്ദ്രയ്ക്കൊപ്പം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അച്ഛമ്മ അത് കേട്ടപ്പോൾ ഇവർ 2 പേരും കണ്ണും വീഴ്ച നോക്കും. ഞങ്ങളോ? അതെന്താ, നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കാം. രേവതി ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. നിങ്ങളെ അമ്മായിയമ്മയെ സഹായിക്കാൻ പറഞ്ഞു. അയ്യോ ഭക്ഷണമൊക്കെ രേവതി ഉണ്ടാക്കുമല്ലോ അച്ഛമ്മ. രേവതിയെ അവിടെ നിൽക്കട്ടെ, 2 പേരും ഞാൻ പറഞ്ഞതൊന്ന് ചെയ്യാൻ പറഞ്ഞു അച്ഛമ്മ. അപ്പോൾ ഇങ്ങനെ നോക്കുക, നിനക്കെന്താ പാചകം ചെയ്യാൻ അറിയില്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പം, ചെറിയ രീതിയിലൊക്കെ അറിയാം. അത് മതി, അത് ധാരാളം മതി എന്ന് പറഞ്ഞു അച്ഛമ്മ. അച്ഛമ്മേ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് വർഷം ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് പറയാം. ഞാനിതുവരെ പാചകവും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ഞാൻ അടുക്കളയിൽ കയറാറേ ഇല്ല എന്നൊക്കെ പറയുമ്പം, ഭക്ഷണം കഴിക്കാൻ മോക്കറിയാവോ? അറിയാം, ഞാനൊരു ഫുഡിയാണെന്നൊക്കെ പറഞ്ഞു. പൊട്ടിയോ? അയ്യോ അച്ഛമ്മ പൊട്ടിയല്ല, ഫുഡി എന്ന് പറഞ്ഞാൽ നന്നായി ഭക്ഷണം കഴിക്കുന്നവരെന്ന് അർത്ഥം എന്ന് പറയുമ്പം, അപ്പോൾ നല്ലപോലെ തിന്നാനറിയാലോ, അപ്പോൾ പാചകം ചെയ്യാനും അറിയണം കേട്ടോ എന്ന് അച്ഛമ്മ. ഒരു പെണ്ണല്ലേ നീയ, പാചകം ചെയ്യാൻ അറിയില്ല എന്ന് വലിയ അഭിമാനത്തോടെയാണല്ലോ പറയുന്നത്. പെണ്ണായ പാചകം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് അച്ഛമ്മയോട് തറതല പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ വർഷം. അങ്ങനത്തെ നല്ല മുട്ടം പണി അച്ഛമ്മ എല്ലാത്തിനും വെച്ച് കൊടുത്തോണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റ് എപ്പിസോഡ് ഇന്നത്തെ. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട്, എല്ലാവരും കാണണേ. എല്ലാവർക്കും നന്ദി.